ഇന്ന് നമ്മുടെയൊക്കെ സ്വപ്നം അതുമായി ബന്ധപ്പെട്ട് ഇന്ന് വിഴിഞ്ഞത്തേക്ക് എല്ലാ കണ്ണുകളും അവിടേക്കായിരുന്നു. നമ്മുടെ സ്വപ്നം നങ്കൂരമിട്ട ദിവസമാണ്. വിഴിഞ്ഞത്ത് വികസനത്തിന്റെ പുതുചരിത്രം എഴുതിയാണ് ആദ്യ മദർഷിപ്പ് തീരം തൊട്ടത്. ഇനി ലോക നാവിക വാണിജ്യ ഭൂപടങ്ങളിൽ കേരളത്തിന്റെ കപ്പൽ യുഗത്തിന്റെ നാളുകളാണ്. സമുദ്രമാർഗമുള്ള ചരക്കു നീക്കത്തിന്റെ രാജ്യാന്തര കവാടമായി അങ്ങനെ വിഴിഞ്ഞം മാറാൻ പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എസ് വിജയകുമാർ ഇപ്പോൾ വിഴിഞ്ഞത്ത് നിന്ന് തത്സമയം വിവരങ്ങളുമായി ചേരുന്നു. വിജയകുമാർ, രാവിലെ മുതൽ തന്നെ വിജയകുമാർ അവിടെ ഉണ്ടായിരുന്നു. ആ മദർഷിപ്പിന്റെ വരവ്, അതുവഴി കേരളത്തിൽ വരും കാലങ്ങളിൽ ഉണ്ടാകാൻ പോകുന്ന വലിയ നേട്ടം, വികസന വഴി, എന്തൊക്കെയാണ് വിവരങ്ങൾ വിജയകുമാർ? ഉന്മേഷ്, കഴിഞ്ഞ എത്രയോ പതിറ്റാണ്ടുകളായി നമ്മൾ മലയാളികൾ നിരന്തരമായി വിഴിഞ്ഞം പദ്ധതിയെപ്പറ്റി പലതരത്തിൽ സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ഈ പദ്ധതി യാഥാർത്ഥ്യമാകുമ്പോൾ കേരളത്തിലുണ്ടാകുന്ന നേട്ടങ്ങൾ അത് പല തലങ്ങളിൽ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആ ചർച്ചകളുടെ, ആ യാത്രകളുടെ ഒരു നിർണായക ഘട്ടം ഇന്ന് നമ്മൾ പിന്നിടുകയാണ്. ആ കപ്പൽ ചാലിലൂടെ, രാജ്യാന്തര കപ്പൽ ചാലിലൂടെ ഒരു പടുകൂറ്റൻ മദർഷിപ്പ് വിഴിഞ്ഞം തുറമുഖത്തെത്തിയിരിക്കുന്നു. രാവിലെ ഏതാണ്ട് ഒരു 9:27, കൃത്യം സമയം പറഞ്ഞാൽ 9:27 ആ മദർഷിപ്പ് അവിടെ അതിൻ്റെ ബർത്തിങ് പൂർത്തിയാക്കിയെന്ന ഔദ്യോഗിക അറിയിപ്പ് വന്നു. യാതൊരു തടസ്സവുമില്ലാതെ എല്ലാം പറഞ്ഞുറപ്പിച്ചതുപോലെ, എഴുതി തയ്യാറാക്കിയതുപോലെ ആ പടുകൂറ്റൻ മദർഷിപ്പിന് അവിടെ ബർത്ത് ചെയ്യാൻ കഴിഞ്ഞു. ഇതാണ് ലോകത്തോട് വിഴിഞ്ഞം പറയാൻ ഉദ്ദേശിക്കുന്നത്. വലിയ വലിപ്പമുള്ള അതിഭീമാകാരമായ മദർഷിപ്പുകൾക്ക്, എത്ര കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്യാനുള്ള മദർഷിപ്പുകൾക്കും വിഴിഞ്ഞത്ത് സുഗമമായി ബർത്ത് ചെയ്യാൻ കഴിയും എന്നങ്ങനെ ലോകത്തിന് ഇന്ന് വിഴിഞ്ഞം തുറമുഖം കാണിച്ചു കൊടുത്ത ദിവസം കൂടിയാണ്. അങ്ങനെ വിഴിഞ്ഞം തുറമുഖ ചരിത്രം അതിൻ്റെ നിർണായക നാഴികക്കല്ല് പിന്നിട്ട ദിവസമാണ് ഇന്ന്. വിഴിഞ്ഞം മാത്രമല്ല, യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ കപ്പൽ അല്ലെങ്കിൽ കടൽ മാർഗമുള്ള വാണിജ്യ വ്യവസായ സംരംഭങ്ങളുടെ, വാണിജ്യ വ്യവസായ നമ്മളുടെ യാത്രയുടെ ഒരു ഗേറ്റ് വേ ആകാൻ വിഴിഞ്ഞം തയ്യാറെടുക്കുന്നു എന്ന് എല്ലാ തരത്തിലും നമുക്ക് പറയാൻ കഴിയുന്ന കാഴ്ചകളായിരുന്നു യഥാർത്ഥത്തിൽ ഇന്ന് വിഴിഞ്ഞത്ത് നിന്ന് രാവിലെ മുതൽ കണ്ടത്. ഇന്നലെ ഏതാണ്ട് രാത്രി വൈകി പുറംകടലിലെത്തിയ സാൻ ഫെർണാണ്ടോയെ ഇന്ന് രാവിലെ ഇവിടെ നിന്ന് പോയ ടഗ്ഗുകൾ സ്വീകരിച്ച് അനയിച്ചു കൊണ്ടുവരുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഒരു ആചാരപരമായ ഈ വാട്ടർ സല്യൂട്ടൊക്കെ നൽകി കൊണ്ടുവരുന്നു. അതിൻ്റെ ബർത്തിങ് പൂർത്തിയാക്കുന്നു. യാതൊരു തടസ്സവും ഉണ്ടായില്ല. അതാണ് ഉന്മേഷ് ഏറ്റവും പ്രധാനമായത്. ഒരു തടസ്സവും അതിന് നേരിട്ടിരുന്നില്ല. ഈ വലിയ കപ്പൽ ചാലിലൂടെ വന്ന അതേ സുഗമമായ യാത്ര ഈ വിഴിഞ്ഞം പോർട്ടിൻ്റെ ചാലിലേക്ക് കടന്നപ്പോഴും ബർത്ത് ചെയ്യേണ്ട ഈ 400 മീറ്റർ സ്പേസിലേക്ക് വരുമ്പോഴും ഒരു ബുദ്ധിമുട്ടുമില്ലാതെ അതിന് ബർത്ത് ചെയ്യാൻ പറ്റി. എന്ന് വെച്ചാൽ ഒരു സ്മൂത്ത് ബർത്തിങ് അവിടെ നടന്നു. നമ്മൾ പറയാറുള്ളത് പോലെ അത് എന്തുകൊണ്ടാണ് അതിൻ്റെ കപ്പൽ ചാലിൻ്റെ ആഴം, അനുയോജ്യമായ പ്രകൃതി ദത്തമായ ആ തുറമുഖത്തിൻ്റെ പ്രത്യേകത, ഇതൊക്കെ നമ്മൾ ഇത്രയും ദിവസം അതിനെപ്പറ്റി പറയുകയായിരുന്നു. അത് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നതാണ് ഇന്ന് ലോകം കണ്ടത്. ലോകത്തെ ഒട്ടുമിക്ക പ്രധാനപ്പെട്ട ഈ കാർഗോ കമ്പനികളും അവരുടെ അടുത്ത ഷെഡ്യൂളുകളിൽ ഒന്ന് ഉറപ്പായും വിഴിഞ്ഞത്തേക്ക് ഇതിനോടകം പ്രഖ്യാപിച്ചിട്ടുണ്ട്, ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. രാജ്യാന്തര ഈ മാരിടൈം ഏജൻസികൾ അവരുടെ കഴിഞ്ഞ ഏതാണ്ട് ഒരു 2-3 മാസത്തെ അവരുടെ ബുള്ളറ്റിനുകൾ, എന്ന് വെച്ചാൽ അവരുടെ ജേണലുകൾ നമ്മൾ പരിശോധിച്ചാൽ അതിലൊക്കെ വിഴിഞ്ഞം എന്നത് ഒരു പോയിന്റ് ഓഫ് അട്രാക്ഷനായി അവരൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ രാജ്യാന്തര തലത്തിൽ വിഴിഞ്ഞം ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട്, വിഴിഞ്ഞം മാർക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുറപ്പായിരുന്നു. അങ്ങനെ വിഴിഞ്ഞത്തെപ്പറ്റി ലോകം ആകെ ചർച്ച ചെയ്യുമ്പോൾ, സംസാരിക്കുമ്പോഴാണ് ഇന്ന് ഇത് വളരെ സ്മൂത്തായിട്ട് ഏതാണ്ട് ഒരു 9,000-ഓളം കാർഗോ വഹിക്കാൻ ശേഷിയുള്ള, കണ്ടെയ്നർ വഹിക്കാൻ ശേഷിയുള്ള ഒരു വലിയ പടുകൂറ്റൻ മദർഷിപ്പ് ഇവിടേക്ക് സ്മൂത്തായി കടന്നു വന്നു എന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. എനിക്ക് പിന്നിൽ ആ പടുകൂറ്റൻ മദർഷിപ്പിനെ കാണാം. ഇവിടെ വിഴിഞ്ഞത്തിറക്കേണ്ട കണ്ടെയ്നറുകളിൽ കുറേ ഇതിനോടകം തന്നെ ഇറക്കി വെച്ചിട്ടുണ്ട്. അതും ആ ഓട്ടോമേറ്റഡ് ക്രെയിനുകളുടെ പ്രവർത്തനമൊക്കെ വളരെ സ്മൂത്തായിരുന്നു. അതിലും യാതൊരു അപാകതയും ഉണ്ടായിട്ടില്ല. വളരെ കൃത്യമായി അതൊക്കെ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് ഇന്ന് നമ്മൾ കണ്ട് ഉറപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി ആ കണ്ടെയ്നറുകൾ, അതായത് അവിടെ ഇറക്കി വച്ചിരിക്കുന്ന കണ്ടെയ്നറുകൾ അത് നാളെ ഈ ഉദ്ഘാടന ചടങ്ങ് പൂർത്തിയാകുന്നതിന് ശേഷം അത് ഇവിടെ നിന്നും മറ്റ് ചെറു കപ്പലുകൾ ഇവിടെ നിന്ന് കൊണ്ടുപോകുക, അത് വിവിധ തുറമുഖങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന അവരുടെ ജോലി അത് നാളെ നടക്കുന്നുണ്ട്. മുഖ്യമന്ത്രിയും കേന്ദ്രമന്ത്രി സർബാനന്ദ് സോനോവാളും ഒക്കെ പങ്കെടുക്കുന്ന രാവിലെ 10 മണിക്ക് ശേഷമുള്ള ചടങ്ങുകൾ കഴിയുമ്പോഴാണ് അത്തരം പരിപാടികൾ, അത്തരം ഔദ്യോഗിക അല്ലെങ്കിൽ ആ തുറമുഖത്തിൻ്റെ പ്രവർത്തനം അതേ നിലയിൽ നടക്കുന്നത്. ഈ കമ്മീഷനിങ്ങിലേക്ക് വിഴിഞ്ഞം തുറമുഖം നീങ്ങുന്നതിന് മുന്നോടിയായുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നാഴികക്കല്ലായിരുന്നു ഇന്ന് രാവിലെ നമ്മൾ കണ്ടത്. യഥാർത്ഥത്തിൽ നാളെ ഔദ്യോഗികമായി ഇതിൻ്റെ
അതിൻ്റെ ചില ചടങ്ങുകൾ നടക്കുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ ഒരു തുറമുഖത്തേക്ക് ഒരു വലിയ കപ്പൽ, ഒരു മദർഷിപ്പ് ഇന്ത്യയിൽ, അതാണ് ഉന്മേഷ് എടുത്തു പറയേണ്ടത്, ഇന്ത്യയിൽ അങ്ങനെ മദർഷിപ്പുകൾക്ക് ഇത്ര സുഗമമായി ബർത്ത് ചെയ്യാൻ പറ്റുന്ന ഒരു തുറമുഖം നമുക്ക് ഇന്ത്യയിലില്ല. വലിയ ബിസിനസ്സുകൾ ചെയ്യുന്ന മുന്ദ്ര തുറമുഖമൊക്കെ ഗുജറാത്തിലുണ്ട്. പക്ഷേ അവിടെയൊന്നും ഇത്രയും ഭീമാകാരമായ വലിയ മദർഷിപ്പുകൾക്ക് അനായാസേന വന്ന് ബർത്ത് ചെയ്യാൻ കഴിയുന്ന ഒരു സാഹചര്യമില്ല. അത് ഈ പ്രകൃതി എല്ലാ സൗകര്യങ്ങളും നൽകിയിരിക്കുന്ന വിഴിഞ്ഞത്ത് മാത്രമേ അതുള്ളൂ. അതിലെ കപ്പൽ ചാലിൻ്റെ ആഴം, അതിൻ്റെ അടിത്തട്ടിലെ ഡ്രഡ്ജിങ് പോലും വേണ്ടാത്ത തരത്തിൽ കരിങ്കല്ല് നിറഞ്ഞ, അല്ലെങ്കിൽ കരിങ്കല്ലുകൾ കൊണ്ട് കോട്ട കെട്ടിയ ഒരു ചുറ്റുപാട്, പശ്ചാത്തലം, അതൊക്കെ വിഴിഞ്ഞത്തെ ലോകത്ത് തന്നെ ഇപ്പോൾ ദുബായോ കൊളംബോയോ സിംഗപ്പൂരോ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റുന്നത് ഈ 3 പോർട്ടുകളുമാണ്. അതിൽ തന്നെ കൊളംബോയുടെ കാര്യത്തിൽ ഇന്ത്യയിലേക്ക് വരേണ്ട കാർഗോകൾ അധികവും കൊളംബോയിലാണ് വരുന്നത്. കഴിഞ്ഞ ദിവസം ചില മാരിടൈം മേഖലയിൽ പ്രവർത്തിക്കുന്നവർ പറയുകയായിരുന്നു, കൊളംബോയിൽ ആഴ്ചകളോളം വെയിറ്റിംഗ് ആണ് ഈ പുറം കടലിൽ ഈ കാർഗോ വെസലുകൾ. കാരണം അവർക്ക് അകത്തേക്ക് കയറാൻ സമയം അനുവദിക്കുന്നില്ല. അത്രത്തോളം അവിടെ കൈകാര്യം ചെയ്യാൻ കഴിയുന്ന കണ്ടെയ്നറുകളുടെ എണ്ണം കൂടി. അങ്ങനെ ബുദ്ധിമുട്ടുന്ന സാഹചര്യത്തിലാണ് ഇനിയും നമ്മളിങ്ങനെ ചുറ്റിപ്പോകാതെ നേരെ വിഴിഞ്ഞത്തേക്ക് വരാം. വിഴിഞ്ഞത്തേക്ക് വരുമ്പോൾ ഈ പറയുന്ന താമസമൊന്നുമില്ലാതെ വേഗത്തിൽ കാര്യങ്ങൾ ചെയ്ത് ഇവിടെ ഒന്ന് മടങ്ങുകയും ചെയ്യാം. അതിനുശേഷം മറ്റ് കപ്പലുകൾക്ക് ഇവിടെ വന്ന് ആ കണ്ടെയ്നറുകൾ മറ്റു തുറമുഖങ്ങളിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യാം. അതിന് നമ്മൾ ഫീഡർ വെസലുകൾ എന്ന് പറയും. ഫീഡർ വെസലുകൾ നാളെ തൊട്ട് ഇവിടെ എത്തുകയും ചെയ്യും. ഇനിയുള്ളത് 2.5-3 മാസത്തോളം ഉള്ളത് ഇതിൻ്റെ ട്രയലാണ്. ഇത് ഏതെങ്കിലും തരത്തിലുള്ള പ്രവർത്തനത്തിൽ എന്തെങ്കിലും പോരായ്മയുണ്ടോ? ഈ ഓട്ടോമേറ്റഡ് ക്രെയിനുകൾ, അത് ആ ദൃശ്യങ്ങളിൽ കാണാം, ആ ഓട്ടോമേറ്റഡ് ക്രെയിനുകൾ കൃത്യമായി പ്രവർത്തിക്കുന്നുണ്ട്. മദ്രാസ് IIT ആണ് ഇതിന് നാവിഗേഷൻ സിസ്റ്റം ഡിസൈൻ ചെയ്ത ഒരു സോഫ്റ്റ്വെയർ കൊടുത്തിരിക്കുന്നത്. നമുക്കറിയാം എയർ ട്രാഫിക് കൺട്രോൾ, ATC എന്ന് നമ്മൾ വിമാനത്താവളത്തിൽ പറയുന്ന എയർ ട്രാഫിക് കൺട്രോളിന് സമാനമായ നാവിഗേഷൻ സംവിധാനമാണ് ഇവിടെ ഒരുക്കുന്നത്. ആ നാവിഗേഷൻ സംവിധാനം കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുന്ന ഒരു 3 മാസമാണ് ഇനി ബാക്കിയുള്ളത്. ആ പ്രവർത്തനങ്ങളൊക്കെ വിലയിരുത്തി സുസജ്ജമെന്ന് നമ്മൾ ഉറപ്പിക്കുന്ന ഘട്ടത്തിലാണ് നമ്മൾ വിഴിഞ്ഞം തുറമുഖം കമ്മീഷനിങ്ങിന്റെ തീയതി പ്രഖ്യാപിക്കാൻ പോകുന്നത്. ഒരു പക്ഷേ ഈ ഓണക്കാലത്ത് അത് ഉണ്ടാകും എന്ന് വേണം നമുക്ക് കരുതാം. ഇത് ദൃശ്യങ്ങളിൽ കാണാം. അവിടെ എന്താണ്, ഒരു പക്ഷേ നാളത്തെ ചടങ്ങുകളൊക്കെ കണക്കിലെടുത്തുകൊണ്ടാവാം ലൈറ്റൊക്കെ ഇപ്പോൾ നേരത്തെ തന്നെ തെളിയിച്ചിട്ടുണ്ട്. ഇവിടെ എനിക്ക് ചുറ്റും ഈ വിഴിഞ്ഞത്തിൻ്റെ നമ്മൾ നിൽക്കുന്നത് ഈ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ഏതാണ്ട് മുഴുവൻ ഭാഗവും കാണാൻ കഴിയുന്ന ഒരു സ്ഥലത്താണ്. അവിടെ ആളുകളൊക്കെ ധാരാളം, ഇന്ന് രാവിലെ മുതൽ തന്നെ ആളുകൾ ഇവിടെ വന്ന് കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. ഏതാണ്ട് ഒരു ഉത്സവ ഛായ ഈ ഭാഗത്താകെ, ഈ മേഖലയിൽ ആകെയുണ്ട്. ആളുകളുടെ മനസ്സിൽ മാത്രമല്ല, അവർക്കത് പുറമേയുമുണ്ട്. അങ്ങനെ വലിയ സന്തോഷത്തോടു കൂടി ഒരു വലിയ കപ്പലിനെ വരവേൽക്കുന്നു. കേരളം ഒരു വികസനത്തിൻ്റെ ഒരു പുതിയ യുഗപ്പിറവിക്ക് സാക്ഷ്യം വഹിക്കുന്നു. ആ നിലയ്ക്കൊക്കെ ഉള്ള വലിയ പ്രാധാന്യം ഉറപ്പായുമുണ്ട്. സാധാരണ ഇത്തരം പദ്ധതികൾ, വൻകിട പദ്ധതികൾ വരുമ്പോൾ നാട്ടുകാർക്ക് എന്തു ഗുണം എന്ന ചോദ്യം പലപ്പോഴും ഉയരാറുണ്ട്. പക്ഷേ വിഴിഞ്ഞത്തിൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല. വിഴിഞ്ഞം നേരിട്ടും അല്ലാതെയും കൊണ്ടുവരുന്ന തൊഴിൽ സാധ്യതകൾ, അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ, അനുബന്ധ ബിസിനസ് സംരംഭങ്ങൾ, സംസ്ഥാന സർക്കാരിന് മാത്രം ലഭിക്കുന്ന ഏതാണ്ട് 400-500 കോടിയുടെ GST വരുമാനം മാത്രം, അങ്ങനെ വലിയ വികസന സാധ്യതകൾ വിഴിഞ്ഞം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. രാജ്യത്തെ സംബന്ധിച്ചും പ്രധാനപ്പെട്ടതാണ്. ഇന്ത്യയെ സംബന്ധിച്ചും അതിൻ്റെ ഈ മാരിടൈം മേഖലയിൽ നമുക്ക് കൈകാര്യം ചെയ്യാൻ കഴിയുന്ന വെസലുകളുടെ എണ്ണം കൂടുന്നു. നേരിട്ട് വലിയ മദർഷിപ്പുകൾക്ക് മദർ പോർട്ട് എന്ന് പറയാവുന്ന തരത്തിൽ ഇന്ത്യക്ക് ഇപ്പോൾ ഒരു പോർട്ടേ ഉള്ളൂ, വിഴിഞ്ഞം മാത്രമാണ്. ഓൾ വെതർ പോർട്ട് എന്ന് പറയാവുന്ന ഒരു പോർട്ടേ നമുക്കിപ്പോഴുള്ളൂ, അത് വിഴിഞ്ഞം മാത്രമാണ്. എല്ലാ കാലാവസ്ഥയിലും അതിന് യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ പ്രവർത്തിക്കാം. ഇപ്പോൾ ലോകത്തെ ഏറ്റവും വലിയ ഒരു മദർ ഷിപ്പ് കമ്പനി MSC ആണ്. MSC എന്ന് ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്നത്. അവരുടെ ഷിപ്പ് ഇവിടേക്ക് വരുന്നുണ്ട്. അതിനൊക്കെ പോലും ഏതാണ്ട് 18-17 അടി അല്ലെങ്കിൽ മീറ്ററാണ് അവരുടെ കപ്പൽ ചാലിൻ്റെ താഴ്ചയായിട്ട് അവർ പറയുന്നത്. പക്ഷേ ഇപ്പോൾ തന്നെ അതിന് സുഗമമായി വരാൻ പറ്റുന്ന അവസ്ഥ നമ്മളുടെ വിഴിഞ്ഞത്തുണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ വിഴിഞ്ഞം എത്രത്തോളം മെച്ചപ്പെട്ടതാണ്, എത്രത്തോളം മുന്നേറിയിട്ടുണ്ട് ആ മേഖലയിൽ എന്ന് നമുക്ക് ബോധ്യപ്പെടുകയും ചെയ്യും. അങ്ങനെ ഉറപ്പായും ഉന്മേഷ്, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സുദിനം തന്നെയാണ് കേരളത്തെ സംബന്ധിച്ചും ഇന്ത്യയെ സംബന്ധിച്ചും, പ്രത്യേകിച്ച് സമുദ്ര വ്യാപാര രംഗത്തെ സംബന്ധിച്ചും വളരെ നിർണായകം തന്നെയാണ്. അതിലൊരു വലിയ ചുവടുവയ്പ്, ഒരു പരാജയവും കൂടാതെ അങ്ങേയറ്റം സൂക്ഷ്മതയോടെ നമ്മൾ തീരുമാനിച്ചുറപ്പിച്ചത് എങ്ങനെയാണോ, നമ്മൾ ഡിസൈൻ ചെയ്ത് വെച്ചത് എങ്ങനെയാണോ, അതേപോലെ നമുക്ക് ആദ്യ ദിവസത്തെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ പടുകൂറ്റൻ മദർ വെസലിൻ്റെ ബർത്തിങ് എന്നത് ഒരു ചരിത്രമായിരുന്നു. അത് ഒരു തലമുടി നാരിഴ വ്യത്യാസമില്ലാതെ അത് വിജയകരമായി പൂർത്തിയാക്കാൻ കഴിഞ്ഞു എന്നത് ചെറുതല്ലാത്ത നേട്ടവുമാണ്. അന്വേഷ് ശരി, വിജയകുമാർ. വിജയകുമാറാണ് ഇപ്പോൾ വിഴിഞ്ഞത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഇപ്പോൾ നമ്മുടെ യൂട്യൂബിലും നിറയുന്നുണ്ട്. ആർക്കാണ് ക്രെഡിറ്റ് വേണ്ടത് വിഴിഞ്ഞത്തിൻ്റെ എന്ന് ശ്രീരാജ് കാലിക്കറ്റ് ചോദിക്കുന്നുണ്ട്. ജയചന്ദ്രൻ PK പറഞ്ഞത് വിഴിഞ്ഞത്തിൻ്റെ ക്രെഡിറ്റ് എല്ലാ
ആളുകൾക്കുമുള്ളതാണ്, കേരളത്തിലെ എല്ലാ ആളുകൾക്കുമുള്ളതാണ്. നിഷായൻ വിഴിഞ്ഞമല്ല കുഞ്ഞ് എന്നാണ് പറയുന്നത്. UDFന്റെ കുഞ്ഞാണ്, കോൺഗ്രസിന്റെ കുഞ്ഞാണ് വിഴിഞ്ഞം എന്ന തരത്തിൽ കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്ത് നിന്ന് പ്രസ്താവന വന്ന ദിവസമാണ്. അത് ഓർമ്മയിൽ വെച്ചുകൊണ്ടാണ് ആ പ്രതികരണം എന്ന് കരുതുന്നു. ഏതായാലും വിഴിഞ്ഞം വരുന്നത് കേരളത്തിന് നല്ലതാണ്, കേരളത്തിന്റെ വികസന വഴി തെളിയിക്കുന്ന ഒന്നാണെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതുമായി ബന്ധപ്പെട്ട് വ്യത്യസ്തമായ അഭിപ്രായ പ്രകടനങ്ങൾ ഇപ്പോൾ വരുന്നുണ്ട്.